മറ്റൊരു വാർത്തയിലേക്ക്. മധ്യപ്രദേശിൽ അറസ്റ്റിലായ മലയാളി വൈദികൻ ഫാദർ ഗോർജിന് ജാമ്യം. റാത്ലം ജില്ലാ കോടതിയാണ് ജാമ്യം നൽകിയത്. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചാണ് കഴിഞ്ഞ മാസം 25-ന് വൈദികനെ അറസ്റ്റ് ചെയ്തത്. സജു തോമസ് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. സജു, എന്തൊക്കെ നിരീക്ഷണങ്ങളോടുകൂടിയാണ് ഫാദറിന് കോടതി ജാമ്യം അനുവദിച്ചത്? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ജിന, പ്രധാനമായിട്ടും കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് മതപരിവർത്തനം ആരോപിച്ച് മലയൻകീഴ് സ്വദേശിയായിട്ടുള്ള CSI വൈദികൻ ഫാദർ ഗോഡ്വിനെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം റാത്ലം പോലീസാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾക്ക് CSI സഭയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രത്യേകിച്ച് ഈ പോലീസ് കേസ് ഡയറി ഹാജരാക്കാത്തതിനാലാണ് കഴിഞ്ഞ തവണ ഈ കേസ് മാറ്റിവെച്ചത്. വീണ്ടും ഈ ആവശ്യം ഉന്നയിക്കുകയും ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CSIയുടെ കേരളത്തിൽ നിന്നുള്ള സഭയുടെ ചില പ്രധാന നേതാക്കളും അതുപോലൊപ്പം തന്നെ വൈദികർ അടക്കമുള്ളവർ ഇന്ന് മധ്യപ്രദേശിലേക്ക് എത്തിയിരുന്നു. ഇന്ന് വൈകിട്ടോട് കൂടിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് FIR അടക്കം ഈ അച്ഛന്റെ പേര് പരാമർശിച്ചിട്ടില്ല. FIR അടക്കം ഈ അച്ഛന്റെ പേര് പരാമർശിച്ചിട്ടില്ല. അതുതന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാട്ടുന്നത്. എന്തുകൊണ്ടാണ് പേര് പരാമർശിക്കാതെ ഇത്രയും ദിവസം ജയിലിലിട്ടെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ കോടതിയിൽ ഉയർന്നു കേട്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ട്, പ്രത്യേകിച്ച് ഒരാളുടെ FIR ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹം ചെയ്ത കുറ്റം എന്താണെന്നുള്ളത് വ്യക്തമാക്കണം. അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ടില്ല. ആരാണ് പരാതി നൽകിയത് എന്നുള്ള കാര്യവും വ്യക്തതയില്ല. അതായത് ഒരു അൺനോൺ പേഴ്സൺ എന്ന വ്യക്തിയാണ് ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ആരാണെന്ന് വെളിപ്പെടുത്താനും പോലീസ് തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അദ്ദേഹം 12 വർഷമായിട്ടാണ് ഇവിടെ അദ്ദേഹം മിഷണറി ആയിട്ട് അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലെ ആരും തന്നെ ഇത്തരം ഒരു പരാതി നൽകിയിട്ടില്ല. പ്രധാനമായിട്ടും അച്ഛനവിടെ മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്നാണ് അവിടെയുള്ള ഗ്രാമവാസികൾ അടക്കം പറയുന്നത്. പക്ഷേ അദ്ദേഹം നിർബന്ധിത മതപരിവർത്തനം നടത്തി അതിന് കൂട്ടുനിന്നു എന്നുള്ള ചില ആരോപണങ്ങൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ കഴിഞ്ഞ മാസം 25-ാം തീയതി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മതപുരോഹിതർക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ വലിയ അമർഷങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴും വലിയ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അച്ഛനിപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശരി സജു, നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചാണ് കഴിഞ്ഞ മാസം 25-ന് വൈദികനെ അറസ്റ്റ് ചെയ്തത്. ഫാദർ ഗോഡ്വിന് കോടതി ജാമ്യം അനുവദിച്ചു.